ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പോൾ നമുക്ക് നേരെ ഇനി വരാനിരിക്കുന്ന നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അങ്ങനെ ശരത്ത് ഹോസ്പിറ്റലിൽ നിൽക്കുന്നതും നമ്മുടെ രേവതി ശരത്തിനെ വന്ന് കാണുന്ന ഒരു സീനാണ് നമ്മൾ ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത്. നമ്മുടെ സച്ചിയാണ് കൈ തിരിച്ചൊടിച്ചു വെച്ചിരിക്കുന്നതെന്ന് അവിടെ ആർക്കും അറിയില്ല. ഏതായാലും നമ്മുടെ രേവതിക്കും ലക്ഷ്മിക്കും അതുപോലെ തന്നെ ദേവുവിനൊക്കെ ഭയങ്കര സങ്കടമാണ് ശരത്തിന് ഈ ഒരു ഇത് വന്നതുകൊണ്ട്. അങ്ങനെ നമ്മുടെ രേവതി എന്ത് ചെയ്യുകയാണ്, സച്ചിനെ വിളിക്കാൻ വേണ്ടി മാറിപ്പോവുക. അപ്പൊ സച്ചിയോട് കാര്യങ്ങളൊക്കെ പറയണമല്ലോ. അപ്പൊ സച്ചിനെ ഒന്ന് സൂചിപ്പിച്ചായിരുന്നു രേവതി ഹോസ്പിറ്റലിലേക്ക് പോകുകയെന്ന്. അപ്പൊ അങ്ങനെ നമ്മുടെ സച്ചിനെ വിളിച്ചു. സച്ചിനെ വിളിച്ച ഉടനെ തന്നെ രേവതി വിളിക്കുന്നത് കണ്ടപ്പം തന്നെ സച്ചിക്ക് മനസ്സിലായി മാറ്റർ ഇതായിരിക്കും, വേറെ ഒന്നുമല്ല, ഈ മാറ്റർ തന്നെ ആയിരിക്കും മനസ്സിലായി. ഏതായാലും ഫോൺ എടുത്തിട്ട് എന്താ രേവതി എന്ന് ചോദിച്ചപ്പം അത് പിന്നെ സച്ചേട്ടൻ ഞാൻ പറഞ്ഞല്ലോ ഹോസ്പിറ്റലിലാണ് ഞാനിന്ന്. ശരത്ത് ഹോസ്പിറ്റലാണ് ഉള്ളത്, അവന്റെ കാര്യം കുറച്ച് പ്രശ്നമുള്ള കേസ് തന്നെയാണ്, അവന് നല്ല പെയിനും ഉണ്ട്, കൈ എങ്ങാണ്ട് തിരിഞ്ഞു പോയെന്നാ പറഞ്ഞത്, ബൈക്ക് ആക്സിഡന്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പൊ സച്ചി പറഞ്ഞു, ആ ബൈക്ക് ആക്സിഡന്റ് ആണോ, ഇനിയിപ്പോ ഞാൻ എന്നാ ചെയ്യേണ്ടത്, ഒരു കാര്യം ചെയ്യാം രേവതി, നീയും അവിടെ നിന്റെ അമ്മയും അതുപോലെ തന്നെ അനിയത്തിയൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും കൂടി അവനെ ഒന്ന് നോക്ക് എന്നിങ്ങനെ പറയും. എന്താ സച്ചിട്ട് ഇങ്ങനെ പറയുന്നത്? അതെ, ഞാൻ പറഞ്ഞില്ലേ അവന്റെ കാര്യം സീരിയസ് ആണെന്ന്. ഇവിടെ ഞങ്ങൾ 3 പെണ്ണുങ്ങളല്ലേ ഉള്ളൂ, ഈ സമയത്ത് സച്ചേട്ടനല്ലേ എന്റെ കൂടെ നിന്ന് എല്ലാ ഹെൽപ്പും ചെയ്യേണ്ടത്. അതെ, ഇപ്പൊ തൽക്കാലം എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല രേവതി, കാരണം എനിക്ക് അത്യാവശ്യമായിട്ടൊരു ഓട്ടം ഉണ്ട്, ഞാൻ ഓട്ടത്തിന് പോകാൻ തുടങ്ങുക. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, നീ നിന്റെ അനിയന്റെ അടുത്ത് നിന്നോ, വേണേ നീ ഇന്ന് വരണ്ട, അവിടെ നിന്നോ, അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് നീ പതിയെ വന്നാൽ മതി. ഏതായാലും ഈ വക കേസ് കിട്ടുകളൊന്നും ഏറ്റെടുക്കാൻ എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞ് ഫോൺ ഒന്ന് കട്ട് ചെയ്തു. രേവതിക്ക് അങ്ങ് എന്തോ പോലെ ആയിപ്പോയിട്ടോ. ശരിയാണല്ലോ, നമ്മുടെ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു വിഷമം. അങ്ങനെ രേവതി വല്ലാത്തൊരു ഷോക്കിലായിപ്പോയി. സച്ചിയിൽ നിന്ന് ഒരിക്കലും ഇതൊന്നും നമ്മുടെ രേവതി പ്രതീക്ഷിക്കുന്നില്ലല്ലോ. എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഓടി എത്തും, ഓടി വരും, ഓടി വന്ന് ഹെൽപ്പ് ചെയ്യും എന്നൊക്കെയാണല്ലോ നമ്മുടെ രേവതിയുടെ വിചാരം. പക്ഷെ ഇതുപോലത്തെ ഒരു ചെയ്താണ് ചെയ്ത് വെച്ചിരിക്കുന്നത് ശരത്തെന്ന് നമ്മുടെ സച്ചിക്ക് രേവതിക്ക് അറിയത്തുമില്ല. ഏതായാലും നമ്മുടെ രേവതി പതുക്കെ ഫോണൊക്കെ വിളിച്ചിട്ട് അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി എന്താ പറഞ്ഞത്, സച്ചി വരുവോ മോളേന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, അമ്മയോട് പറഞ്ഞു, ആ വരൂ അമ്മേ, സച്ചേട്ടൻ വന്നോളും, കുഴപ്പമൊന്നുമില്ല, വന്നോളും, ഇപ്പൊ അത്യാവശ്യം ഒരു ഓട്ടം ഉണ്ടെന്നാ പറഞ്ഞെന്ന് പറഞ്ഞാൽ നീ കാര്യം വിശദമായിട്ട് പറഞ്ഞോ? ആ ഞാൻ പറഞ്ഞു അമ്മേ, വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ദേവി ചോദിച്ചു, എന്ത് പറ്റിയിട്ട് ചേച്ചിയുടെ മുഖത്തിനൊരു വല്ലാത്തൊരു മാറ്റം പോലെ തോന്നേ, സച്ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല ദേവു, സച്ചേട്ടൻ വരും എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, എങ്കിൽ പിന്നെ ഞാനൊരു കാര്യം ചെയ്യട്ടെ, അത്യാവശ്യം കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തോണ്ട് വരണം, ഞാൻ വീട്ടിൽ പോയി ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തോണ്ട് വരാം. അല്ല അമ്മ തന്നെ പോകണ്ട, ഞാനും കൂടെ വരാന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മി പറഞ്ഞു, വേണ്ട, നീയും ദേവു ശരത്തിന്റെ അടുത്ത് ഇവിടെ ഇരിക്കുക, ഞാൻ പോയി ഇപ്പൊ അത്യാവശ്യം ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാം. ഏതായാലും ഇന്ന് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എക്സ്ട്രാ എടുത്ത് സ്കാനൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും ടെസ്റ്റുകളൊക്കെ ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ഇന്ന് പോകാൻ പറ്റിയെന്ന് വരത്തില്ല, അതുകൊണ്ട് ഞാൻ പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ലക്ഷ്മി അങ്ങ് പോയി. അപ്പം ശരത്ത് ഇങ്ങനെ വല്ലാണ്ട് ഒരു എന്താ പറയാ, വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. രേവതി ഇനിയിപ്പോ സത്യം അറിഞ്ഞു എന്നിട്ട് ചെറിയ പേടിയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ശരത്ത് ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്താ സച്ചേട്ടൻ പറഞ്ഞത്, സച്ചേട്ടൻ വല്ലതും പറഞ്ഞു എന്ന് ചോദിച്ചപ്പോ എന്ത് പറയാനും പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല, അല്ല വരുന്ന കാര്യം അത് പിന്നെ സച്ചേട്ടൻ ഇപ്പൊ ഒരു ഓട്ടം ഉണ്ടെന്നാ പറഞ്ഞത്, അതുകൊണ്ട് പിന്നെ എപ്പോഴേലും വന്നേക്കാന്നാ പറഞ്ഞതെന്ന് പറഞ്ഞു. രേവതി അവിടെ സത്യാവസ്ഥയൊന്നും വെളിയിൽ പറയുന്നില്ല കേട്ടോ, സത്യാവസ്ഥ പറയുന്നേ ഇല്ല. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ മഹേഷ് പറഞ്ഞു, എടാ സച്ചി, ഞാൻ കാരണം ഇപ്പൊ നിന്റെ കുടുംബത്തിൽ പ്രശ്നമാവൂലോ, ഞാനാണല്ലോ ഇതിനെല്ലാം കാരണം, നീ തന്നെയാ കാരണം. എടാ നീ എന്തിനാടാ ആ പൈസ എടുത്ത് എനിക്ക് നീ തന്നത്? നിനക്ക് പലിശ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ നീ നമുക്ക് കൊടുത്താൽ പോരായിരുന്നു, നീ എനിക്ക് തരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? പിന്നെ നീ ശരത്തിന് ഞാൻ തല്ലിയതോർത്ത് നീ സങ്കടപ്പെടുവൊന്നും വേണ്ട, അവന് ഞാൻ ഇതിന് മുമ്പ് തന്നെ ഒരെണ്ണം കൊടുക്കണം എന്ന് ഓർത്തിരുന്നതാ, അവന്റെ നടപ്പും പോക്കും ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ അവന് കൊടുക്കണം എന്ന് ഓർത്തിരുന്നത്, അതോർത്ത് നീ വിഷമിക്കൊന്നും വേണ്ട, അത് ഞാൻ തീരുമാനിച്ച കേസ് തന്നെ അവന് 2 കൊടുക്കണമെന്ന്, അതുകൊണ്ടാണ് ഞാൻ അവന് കൊടുത്തത്, അത് അവന് 2 അല്ല, കുറച്ച് കുറവുണ്ട്, അതേതായാലും ഞാൻ കൊടുത്തല്ലോ, അതോർത്ത് എനിക്ക് സമാധാനമുണ്ട്. പിന്നെ ഏതായാലും സച്ചി അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ നേരെ കാണിക്കുന്ന നമ്മുടെ ചന്ദ്രയാണെങ്കിൽ അവിടെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ ശ്രുതിയുണ്ട്, വർഷയുണ്ട്, അപ്പൊ എല്ലാവരും ഉണ്ട്. നമ്മുടെ രേവതി കയറി വരികയാണ്. നമ്മുടെ രേവതി കയറി വന്നിട്ട് എന്താ ഈ കാര്യമൊക്കെ അവിടെ പറയൂ എല്ലാരോടും. പ്രത്യേകിച്ച് പറയുന്നത് വേറെ ആരോടും അല്ല, രവീന്ദ്രനോടാണ്. ഇങ്ങനെയാണ് അച്ഛാ, എന്താണെന്ന് അറിയത്തില്ല, അവനിങ്ങനെ ഹോസ്പിറ്റലിലാണ്, ഇച്ചിരി സീരിയസ് പ്രശ്നമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുക.
അപ്പോഴേക്കും ആണെങ്കിൽ നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു, അല്ല നീ സച്ചിനെ വിളിച്ചില്ലേ? ആ സച്ചേട്ടനെ വിളിച്ചു, സച്ചേട്ടൻ ഇപ്പൊ വരില്ല പിന്നെ വരാന്നൊക്കെയാ പറയുന്നത്. സച്ചേട്ടൻ സംസാരിക്കുന്ന രീതി കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വല്ലാണ്ട് പേടിയാവോ, സച്ചേട്ടൻ എന്തോ താല്പര്യം ഇല്ലാത്ത പോലെ അങ്ങോട്ടേക്ക് വരാനെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും, അയ്യോ എപ്പോഴും എപ്പോഴും നിന്റെ വീട്ടുകാരെ ചുമന്നോട് നടക്കാൻ അവൻ എന്നാ സൂക്കേടാന്ന് അറിഞ്ഞില്ല. ഓ അവൻ മടുത്ത് കാണുമായിരിക്കും, അവൻ ഇപ്പം മടുത്തു, അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രേ നീ മിണ്ടാതിരിക്കുക, നീ സിറ്റുവേഷൻ അറിഞ്ഞ് സംസാരിക്കുക. അതെ, ആ കൊച്ചിനെ സമാധാനിപ്പിക്കുക ഇപ്പൊ ചെയ്യേണ്ടത്. സമാധാനിപ്പിക്കുന്ന എന്തിനു സമാധാനിപ്പിക്കുന്നതാ? അവൻ കണ്ടവരുടെ ബൈക്കും എടുത്തോണ്ട് പോയി ബൈക്കിന്റെ അടിയിലായി പോയി. അല്ലെങ്കിലും അവന് കുറച്ച് അഹങ്കാരം കൂടുതല. ഇതല്ല അവന് ചിലപ്പോൾ ഇതിനപ്പുറം വരുന്നു പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് ദേഷ്യം വന്നിട്ട് രേവതി പറഞ്ഞു, എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒന്നെങ്കിലും അതെന്റെ അനിയനാ, അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഉണ്ടാകുന്ന ആ ഒരു വേദന എന്താ അമ്മ മനസ്സിലാകാത്തത്? അല്ലെങ്കിലും അമ്മയ്ക്ക് എന്നെ കുത്തി കുത്തി വേദനിപ്പിച്ചിട്ട് വല്ലതും കിട്ടാനുണ്ടോ അമ്മേ? എന്തിനാ വെറുതെ ഇങ്ങനെ എന്നെ വേദനിപ്പിക്കുന്നത്? ഞാനിപ്പം അമ്മയോട് വരാൻ പറഞ്ഞോ? ഇല്ലല്ലോ. എന്റെ കുടുംബക്കാരെ നോക്കാൻ പറഞ്ഞോ? ഇല്ലല്ലോ. ഞാനിപ്പം എന്റെ കെട്ടിയോന്റെ കാര്യമല്ല പറയുന്നത്, അതിനിപ്പം അമ്മ കയറി എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞ് തൊട്ടതിനും പിടിച്ചതിനും എല്ലാം കുറ്റം വെക്കുന്നത് എന്തിനാന്ന് ചോദിച്ചപ്പം മോൾ അത് കാര്യമാക്കൊന്നും വേണ്ട, അവളുടെ വാല് ഇങ്ങനെയാണല്ലോ, ഒരിക്കലും നേരെയാവില്ല, അത് മോക്ക് അറിയാവുന്നതല്ലേ, അതുകൊണ്ട് മോള് സങ്കടപ്പെടണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കാണ് സച്ചി അകത്തുനിന്ന് ഇറങ്ങി വരുന്നത്. സച്ചി അകത്തുനിന്ന് ഇറങ്ങി വരുന്നത് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ചോദിച്ചു, അല്ല സച്ചേട്ടാ, സച്ചേട്ടൻ പോയില്ലേ എങ്ങും? സച്ചേട്ടൻ ഓട്ടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് സച്ചേട്ടൻ എന്താ പോകാതെ ഇവിടെ? എന്നിട്ടാണ് സച്ചിയുടെ ഹോസ്പിറ്റലിൽ വരാതിരുന്നത്? ഇത് കേട്ട് എനിക്ക് സച്ചി പറഞ്ഞു, അത് പിന്നെ ഞാൻ ഓട്ടം മാറ്റി വെച്ചു, വേണ്ടെന്ന് വെച്ചു, ഓട്ടം വേറെ ഒരാൾക്ക് കൊടുത്തു. എങ്കിൽ പിന്നെ സച്ചേട്ടൻ അങ്ങോട്ട് വരത്തില്ലായിരുന്നു. സച്ചേട്ടൻ എന്ത് പണിയാ കാണിച്ചത്? ഇതെന്താ സച്ചേട്ടൻ വരും എന്നുള്ള പ്രതീക്ഷയിലല്ലേ അവിടെ എൻ്റെ അമ്മയും അനിയത്തിയും ശരത്തും ഒക്കെ നിൽക്കുന്നത്? അതെ, എനിക്കിപ്പോ വരാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ വരാൻ പറ്റില്ല, അത്ര തന്നെ. അവൻ എവിടെയെങ്കിലും പോയി വീണു കുത്തി ഓടിഞ്ഞെന്നും പറഞ്ഞ് ഞാൻ വരേണ്ട കാര്യമുണ്ടോ? ഇത് കേട്ട് നമ്മുടെ ചന്ദ്രയ്ക്ക് സന്തോഷമായി. ചന്ദ്ര എടീ, നീ എന്താടി വിചാരിച്ചത്? നിന്റെ കെട്ടിയോരങ്ങോട്ട് നന്നായെന്നോ? നിന്നെ എടുത്ത് തലേ കയറ്റി വെക്കൂന്നോ? ടപ്പേ, ഇപ്പൊ നിന്നെ തലേന്ന് താഴെ ഇട്ടല്ലോ, നിനക്ക് തൃപ്തിയായില്ലേടി? അയ്യോ എന്തായിരുന്നു അഹങ്കാരം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്ര അപ്പോഴത്തേക്കും ആടാൻ തുടങ്ങി. ശ്രുതി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രുതിയും ഇങ്ങനെ അതൊക്കെ ശ്രുതിയോട് പറയാണ്, അതെ കണ്ടില്ലേ, മിക്കവാറും ഇന്നൊരടി പ്രതീക്ഷിക്കാം ശ്രുതി. അപ്പൊ ശ്രുതിയും പറഞ്ഞു, ഇന്ന് മിക്കവാറും രണ്ടുപേരും കൂടെ ഒരടി ഇവിടെ വെക്കുന്നത് നമുക്ക് കാണാം എന്നിങ്ങനെ ശ്രുതിയും പറഞ്ഞിരിക്കുക. അപ്പം പെട്ടെന്ന് വന്ന് ശ്രീകാന്ത് വന്ന് ചോദിച്ചു, ഇതെന്താ സച്ചേട്ടാ, രേവതി ചേച്ചിയുടെ അനിയനല്ലേ ഹോസ്പിറ്റലില്? അപ്പൊ ഒന്ന് സച്ചേട്ടന് പോയി കണ്ടൂടെ? വേറെ ആരും ഇല്ലല്ലോ അവർക്ക് ഒരു ആണായിട്ട് ഒരു ആൺതുണ എന്ന് പറഞ്ഞാൽ പിന്നെ ഉള്ളത് സച്ചേട്ടനല്ലേ? അപ്പൊ സച്ചേട്ടനല്ലേ കാര്യങ്ങളൊക്കെ പോയി നോക്കേണ്ടതെന്ന് പറഞ്ഞപ്പം ശ്രീകാന്തെ, നീ കൂടുതൽ സംസാരിക്കണ്ട, നീ നിന്റെ ഭാര്യയുടെ കാര്യം നോക്കിയാൽ മതി, നിനക്ക് നിന്റെ ഭാര്യയുടെ വീട്ടുകാരുടെ കാര്യം നോക്കണം, നീ അത് നോക്കിയാൽ മതി. എന്നോട് സംസാരിച്ച് നീ എന്നെ കൂടുതൽ നന്നാക്കാനൊന്നും വരണ്ട. നീ സമാധാനത്തിന്റെ വെള്ളരിപ്രാവാണെങ്കിൽ നീ അങ്ങനെ അങ്ങ് ഇരുന്നോ. എനിക്കിപ്പം തൽക്കാലം പറ്റില്ല പോകാന്, ഞാൻ പറഞ്ഞല്ലോ. ഇത്രയൊക്കെ കേട്ടോണ്ട് നിൽക്കുവാണ് നമ്മുടെ രേവതി, സകല പിടിയുമിട്ടാ നിൽക്കുന്നത്. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, എന്താടാ സച്ചി നീ ഒരു മര്യാദ ഇല്ലാതെ സംസാരിക്കുന്നത്? നീ എന്റെ മോൻ തന്നെയാണോടാ? അല്ല നിനക്ക് എന്താ പറ്റിയത്? അത് കൊള്ളാലോ, സ്വന്തം ഭാര്യയുടെ അനിയൻ ഹോസ്പിറ്റലായി പോയിട്ട് അതൊന്ന് പോയി നോക്കുന്നില്ല കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ശരിയാകും? ഞാനൊരു കാര്യം പറയാനുള്ളത് പറയാ. നാളെ എന്നൊരു ദിവസമുണ്ടെങ്കിൽ നീ അവനെ പോയി കണ്ടോണം, ഹോസ്പിറ്റലിൽ പോയി കാര്യവും വിവരവും അന്വേഷിച്ചോണം. ഓഹോ കൊള്ളാലോടാ. അല്ല ഈ അച്ഛൻ പറയുന്നത് നിനക്ക് കേൾക്കാൻ പറ്റത്തില്ലെങ്കിലേ വേണ്ട, നീ എന്നെ അച്ഛനായിട്ട് കണ്ടിട്ടില്ലെന്ന് ഞാനങ്ങ് കരുതിക്കോളാന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ സച്ചിക്ക് പോകാതിരിക്കാൻ പറ്റുമോ? രവീന്ദ്രൻ പറഞ്ഞല്ലേ, അപ്പം പോയേ പറ്റൂ. അതുകൊണ്ട് എന്താണ്, നമ്മുടെ സച്ചി നേരെ അച്ഛൻ ഞാൻ പോകാം അച്ഛാന്ന് പറഞ്ഞ് അകത്ത് കയറി പോവാണ്. അപ്പൊ രേവതി ഇങ്ങനെ വല്ലാത്ത സങ്കടത്തോടു കൂടി കണ്ണൊക്കെ നിറഞ്ഞു നിന്നപ്പോഴത്തേക്കും ചന്ദ്ര വന്നിട്ട് പറഞ്ഞു, നിനക്കിപ്പം തൃപ്തിയായോടി? നിനക്ക് തൃപ്തിയായില്ലേടി? നിന്റെ കെട്ടിയവന് മാറിയെന്ന് ഓർത്തോ നീ? അവൻ മാറും, അവൻ ഓന്തിന്റെ സ്വഭാവം. അവൻ അങ്ങോട്ട് മാറും, അവൻ ഇങ്ങോട്ട് മാറും, അവൻ അങ്ങോട്ടാടും, അവൻ ഇങ്ങോട്ടാടും. അതനുസരിച്ച് ആടാൻ വിധിക്കപ്പെട്ട വെറും ഭാവയാടി നീ. എന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതിനെ പുച്ഛിച്ചിട്ട് അങ്ങ് ചന്ദ്ര പോയിട്ടോ. നമ്മുടെ ശ്രുതിയും നോക്കി ഇങ്ങനെ ചിരിച്ചിട്ടും അങ്ങ് പോയി. അപ്പോഴത്തേക്കും നമ്മുടെ വർഷ എവിടെ ഉണ്ടായിരുന്നു? വർഷ പറഞ്ഞു, ചേച്ചി സാരമില്ല ചേച്ചി, ഞാൻ ഇതാ പറഞ്ഞത്, അങ്ങേർക്ക് തീരെ സെൻസ് ഇല്ല, അങ്ങനെയാ, ചേച്ചി വിഷമിക്കൊന്നും വേണ്ടാട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വർഷ സമാധാനപ്പെടുത്തുന്നുണ്ട്. ശ്രീകാന്ത് വന്നിട്ട് പറഞ്ഞു, ഏട്ടന് എന്തെങ്കിലും ചിലപ്പം പ്രശ്നം കാണുമായിരിക്കും, അല്ലെങ്കിൽ ഏട്ടൻ അങ്ങനെ വരാതെ ഒന്നും ഇരിക്കത്തില്ലെന്ന് പറഞ്ഞ് രേവതിനെ സമാധാനപ്പെടുത്തിയിട്ട് എന്ത് ചെയ്തു, നമ്മുടെ ശ്രീകാന്തും അങ്ങ് പോയി. അത് കഴിഞ്ഞ് രേവതി റൂമിൽ ചെന്നിട്ടൊന്നും സച്ചിയോട് ചോദിച്ചൊന്നുമില്ല, സച്ചിയും കാര്യങ്ങളൊന്നും പറയുന്നൊന്നുമില്ല.
ഒരു കാര്യവും നമ്മുടെ സച്ചി പറയുന്നില്ല കേട്ടോ. സച്ചി ഒന്നും മിണ്ടുന്നില്ല. രേവതിയും ചോദിക്കാൻ പോയില്ല. വാശിക്കാര്യത്തിൽ രേവതിയും കണക്ക് തന്നെയാണല്ലോ. ഏതായാലും പിറ്റേ ദിവസം രാവിലെ ആയി. നമ്മുടെ സച്ചി നേരെ നമ്മുടെ ശരത്തിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പൊ അവിടെ ആരുമില്ലാത്ത സമയത്താണ് കേട്ടോ നമ്മുടെ സച്ചി ചെല്ലുന്നത്. അപ്പം ശരത്ത് മാത്രം ഇങ്ങനെ കിടക്കാം. പിന്നെ ശരത്തിന്റെ അടുത്ത് എന്നും എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. ഇതൊക്കെ കാണിച്ചിട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് സച്ചേട്ടനെ ചോദിച്ചാൽ മതിയല്ലോ. അതെ, എന്തിനാ സച്ചേട്ട അതിന്റെ ഇടയ്ക്ക് കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കിയത്? അതുകൊണ്ടല്ലേ ഇപ്പൊ ഇതൊക്കെ സംഭവിച്ചത്. ഏതിന്റെ ഇടയ്ക്ക് വന്ന് കയറി പ്രശ്നം ഉണ്ടാക്കിയതാ നീ പറയുന്നത്? അതെ, നീ എന്തിനാ അവനുമായിട്ട് കൂട്ടുകൂടുന്നത്? നിന്റെ ചേച്ചിക്ക് ഇഷ്ടമല്ലെന്ന് നിനക്കറിയില്ലേ? എടാ, നിന്റെ ചേച്ചിയും നിന്റെ അമ്മയും നിന്റെ അനിയത്തിയൊക്കെ നിന്നെ ഓർത്തിട്ടുണ്ടല്ലോ. എത്ര അഭിമാനിക്കുന്നുണ്ടെന്നറിയാമോ? പോട്ടെ, അവര് നിന്നിലാടാ അവരുടെ പ്രതീക്ഷയെല്ലാം അർപ്പിച്ചിരിക്കുന്നത്. അറിയാമോ, രേവതിക്ക് ഒരു ആഗ്രഹമോ സ്വപ്നമോ ഒന്നും ഇല്ല. നീ നല്ല നിലയിലെത്തുക, നീ ആ കുടുംബം നോക്കുക, നിന്റെ ആ ഭാവി, നിന്റെ അനിയത്തിയുടെ ഭാവി, അതൊക്കെ രേവതിയുടെ സ്വപ്നം എന്ന് പറയുന്നത്. എന്നിട്ട് നീയൊക്കെ അതൊക്കെ ഓരോ ഒറ്റ നിമിഷം കൊണ്ട് തകർത്തിട്ട് നീയൊക്കെ എങ്ങനെയാണ് നിനക്ക് ഇതിനെ സാധിക്കുന്നത്? നിന്റെ ചേച്ചീനെ നിന്റെ അമ്മേനെയൊക്കെ ഒന്ന് ഓർത്താ പോരേടാന്ന് ചോദിച്ചപ്പോ സച്ചേട്ടൻ കൂടുതലൊന്നും സച്ചേട്ടൻ സംസാരിക്കണ്ട. സച്ചേട്ടൻ വെറുതെ കയറി ഇടയ്ക്ക് വന്നതുകൊണ്ടാണല്ലോ ഇത്ര പ്രശ്നം ഉണ്ടായത്. ഞാൻ പാർട്ട് ടൈം ജോലിക്ക് പോയി. അത് എന്റെ ജോലി എന്ന് പറഞ്ഞാൽ പലിശ പിരിക്കുന്ന, അത് ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നു. അത് ഞാൻ ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ എന്തിനാ സച്ചേട്ടൻ കയറി വന്നത്? ഞാൻ കയറി വന്നത് എന്തിനാണെന്നല്ലേ? പോട്ടെടാ പോട്ടെ. അല്ല, നീ എന്താ പാർട്ട് ടൈം ജോലിക്ക് പലിശ പിരിക്കാൻ പോകുന്നു, അല്ലാതെ നിനക്ക് പാർട്ട് ടൈം മോഷണവും വല്ലതും ഉണ്ടോന്ന് ചോദിച്ചു. മോഷണോ? സച്ചേട്ടൻ എന്താ അങ്ങനെ പറയുന്നത്? കാണടാ, കണ്ട് നോക്കടാ എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ നമ്മുടെ സച്ചി ശരത്തിന് കാണിച്ചു കൊടുത്തപ്പോൾ ശരത്തിന് ഞെട്ടിപ്പോയി കേട്ടോ. ഞെട്ടി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് തകർന്നു പോയി. കാരണം ചന്ദ്രയുടെ കയ്യിൽ നിന്ന് പൈസ മോഷ്ടിച്ചുകൊണ്ട് ഓടുന്ന നമ്മുടെ ശരത്ത് പെട്ടെന്നൊന്നും പറയാനില്ല. ഇപ്പം സച്ചി ചോദിച്ചു, മതിയായോ നിനക്ക്? ഇത് മതിയായോ? എന്തിനാടാ നീ കട്ടുമോഷ്ടിച്ചും ജീവിക്കുന്നത്? അന്തസ്സായിട്ട് ജോലി ചെയ്ത് കുടുംബം പോറ്റണം. അന്തസ്സായിട്ട് ജോലി ചെയ്ത് കുടുംബം പോറ്റാന്. അതെ, ഈ കട്ടുമോഷ്ടിക്കാത്തവരും ആരാ ഉള്ളത് സച്ചേട്ടാ? ഞാനൊരു കാര്യം പറയട്ടെ, ഒരു രാഷ്ട്രീയം എടുത്താലും ഒരു ബിസിനസ് എടുത്താലും കള്ളവും ഇങ്ങനെ കൗശലവും ഒന്നും ഇല്ലാതെ ആരെങ്കിലും രക്ഷപ്പെട്ടതായിട്ട് സച്ചേട്ടൻ അറിയാമോ? അല്ല, സച്ചേട്ടന് ഒരു ഡ്രൈവറാ. സച്ചേട്ടന് കഴിഞ്ഞ ദിവസം എൻ്റെ ചേച്ചിക്ക് ഒരു മാല മേടിച്ചു കൊടുത്തു. 1 പവൻ അടുത്തുണ്ടോ ആ മാല? അത് മേടിക്കാൻ പറ്റുമോ? അതൊക്കെ പോട്ടെ, എൻ്റെ ചേച്ചിക്ക് സച്ചേട്ടൻ്റെ വീട്ടിലുള്ള സ്ഥാനം എന്താ? നിലത്തിട്ട് ചവിട്ടി തൂക്കുന്നു. മറ്റു 2 മരുമക്കൾക്ക് പണം ഉള്ളത് കൊണ്ട് അവരെ കയറ്റി ഇരുത്തുന്നു. ഇതിൽ നിന്നൊക്കെ എന്താ സച്ചേട്ട മനസ്സിലാക്കേണ്ടത്? എന്ത് മനസ്സിലാക്കണം? പണമാണ് മുഖ്യം. പണം ഉണ്ടെങ്കിലേ നമുക്ക് വിലയും നിലയും ഉള്ളൂ. അതുകൊണ്ട് പണത്തിന് വേണ്ടിയാ ഈ ശരത്ത് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ആര് പറഞ്ഞാലും ഈ ശരത്ത് പിന്മാറില്ല. ഈ ശരത്തിന് പണം തന്നെയാ വലുത്, പണം. അതുകൊണ്ട് പണം ഉണ്ടാക്കാൻ ഞാൻ ഏതറ്റം വരെ വേണമെങ്കിലും പോകും. എനിക്ക് തടസ്സം നിൽക്കുന്നത് ആരാണെങ്കിലും അവരെയൊക്കെ ഞാൻ വെട്ടി മാറ്റിയിട്ട് തന്നെ പോകുമെന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് അങ്ങ് എന്തോ പോലെ ആയിപ്പോട്ടെ. സച്ചി പറഞ്ഞു, എന്താണ് ശരത്തെ നീ പറയുന്നത്? സത്യമായിട്ട് ഇതൊക്കെ കേട്ടിട്ട് നീയാണോടെ ഇതൊക്കെ പറയുന്നത്? അതെ, ഞാൻ ശരത്ത് തന്നെയാ പറയുന്നത്. ഇത് പഴയ ശരത്തല്ല, പുതിയ ശരത്താന്ന് സച്ചേട്ടൻ വിചാരിച്ചോ? സച്ചേട്ടൻ ഒരു കാര്യം നോക്ക്, ഇപ്പം തൽക്കാലം ആരും അറിയണ്ട. ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല, സച്ചേട്ടനും ആരോടും പറയണ്ട. എനിക്ക് എൻ്റെ കുടുംബം നല്ല രീതിയിൽ കൊണ്ടുപോകണം. അതിന് ഈ തൊഴിൽ ചെയ്തേ പറ്റൂ. അതുകൊണ്ട് സച്ചേട്ടൻ പോകാൻ പറഞ്ഞു. സച്ചി അവിടെ നിന്ന് എണീറ്റ് പോവാണ് കേട്ടോ. പിന്നെ നമ്മുടെ ശരത്തിനെ ഉപദേശിക്കാൻ നിന്നിട്ട് കാര്യമില്ലെന്ന് സച്ചിക്ക് അറിയാം. ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പം എല്ലാവരും കാത്തിരിക്കുക. ഫുൾ വിശേഷം നാളെ രാവിലെ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ. കറക്റ്റ് ഒരു 6:53 ആകുമ്പോൾ തന്നെ നമ്മൾ ഫുൾ വിശേഷവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. 2 ദിവസം കഥയില്ലായിരുന്നു, അപ്പം അതാണ് നമ്മൾ രാവിലെ നിങ്ങളുടെ മുമ്പിൽ വരാതിരുന്നത്. അപ്പം ഇനിയിപ്പോൾ നാളെ മുതൽ കഥയുണ്ട്. അതുകൊണ്ട് രാവിലെ 6:53 തന്നെ വിശേഷവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഇതേപടി നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്കും വീഡിയോ ചെയ്യാനൊരു പ്രചോദനമൊക്കെ ഉണ്ടാകത്തുള്ളൂ കേട്ടോ. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.